മലങ്കര സുറിയാനി കത്തോലിക്ക സഭ ബത്തേരി ഭദ്രാസനത്തിലെ സ്രോതസ് വിശ്വാസ പരിശീലന കാര്യാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ വിശ്വാസ പരിശീലകർക്കായി ഗുരുവൻ എന്ന പേരിൽ മതബോധന ക്ലാസ് നടത്തി. ജപമാല പ്രാർത്ഥന, ബൈബിൾ പ്രതിഷ്ഠയോടുകൂടി പരിപാടി ആരംഭിച്ചു. ഉദ്ഘാടന കർമ്മം ജേകബോളിക്കൽ വികാരി ജനറാളച്ചൻ നിർവഹിച്ചു. ഗുരുവന്ദനം പേര് അന്വർത്ഥമാക്കുന്ന വിധം വിശ്വാസ പരിശീലന പ്രക്രിയയിൽ ഗുരുക്കന്മാരായിരിക്കുന്ന ആചാര്യന്മാരായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ പ്രത്യേകമാവിധം ആദരിക്കുന്നതിനും ഓർമ്മിക്കുന്നതിനും ഒരു ദിനം ബത്തേരി ഭദ്രാസനം മാറ്റിവെച്ചിരിക്കുന്നു എന്നതിൽ ഏറെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. അതിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട വൈദികരെയും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഏറെ സന്തോഷത്തോടുകൂടി അഭിനന്ദിക്കുന്നു, എല്ലാ ആശംസകളും നേരുന്നു. നമുക്കറിയാം, വിശ്വാസ പരിശീലനം സഭയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയാണ്. എന്നും അക്കാര്യം എടുത്തു പറഞ്ഞതുകൊണ്ട് തന്നെയാണ് പിതാക്കന്മാരും സഭ ശുശ്രൂഷ ചെയ്യുന്ന വൈദികരുമൊക്കെ തങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം നമുക്കറിയാം, വിശ്വാസമാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. സഭയുടെ നിലനിൽപ്പ് തന്നെ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് വിശ്വാസമെന്ന ദൈവിക ദാനത്തിലാണ്. നമുക്കറിയാം, സാധാരണയായി നമ്മൾ പറയാറുണ്ട്, വിശ്വാസം കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവും പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും ആണ് എന്ന്. ഒരുപടി കൂടി കിടന്ന്, അത് താത്വികമായി ശരിയാണ്, അതിന് തർക്കമൊന്നുമില്ല. ഒരുപടി കൂടി കിടന്ന വിശ്വാസം എന്നത് ജീവിതഗന്ധിയായ ഒരു യാഥാർത്ഥ്യമാണെന്ന് പറയാം. നമ്മൾ സാധാരണ പറയാറുണ്ട്, ദൈവം തന്നെ നമുക്ക് നൽകി, തൻ്റെ ഏകജാതൻ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ആ ദൈവിക സ്നേഹത്തോട് ഓരോ വ്യക്തിയും നൽകുന്ന വ്യക്തിപരമായ ജീവിത പ്രത്യുത്തരം, തങ്ങളുടെ ജീവിതം കൊണ്ട് ദൈവസ്നേഹത്തിന് നൽകുന്ന പ്രത്യുത്തരമാണ് വിശ്വാസം. മൈ ലൈഫ് റെസ്പോൺസ് ടു ഗോഡ് സെൽഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. ചുരുക്കത്തിൽ വളരെ വലിയൊരു ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ ഗുരുക്കന്മാരുടെ സംഗമമാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുക. പേരന്വർത്ഥമാക്കും വിധം നിങ്ങൾ ഗുരുക്കന്മാരാണ്, ഒരു വലിയ ശുശ്രൂഷയുടെ വക്താക്കളാണ്. ഒരു കുഞ്ഞിന് ക്രിസ്തുവിൽ ജന്മം നൽകി വളർത്തി ഒരു വിശ്വാസ സമൂഹത്തിന്, സഭയ്ക്ക് ശക്തമായ അടിത്തറയിടുന്ന വലിയ ഒരു ഉത്തരവാദിത്വം, നിയോഗം ഏറ്റെടുത്തവർ. നമ്മൾ പറയാറുണ്ട്, നമ്മുടെ ഈ ഒരു ദൗത്യത്തിൻ്റെ പ്രത്യേകത എന്താണ്? ടു ട്രാൻസ്മിറ്റ് ദ ഫെയ്ത്ത്, ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് അൺഡാമേജ്ഡ് എന്നാണ്. ദൈവം ഔദാര്യപൂർവ്വം നമ്മൾക്ക് നൽകിയ വിശ്വാസം എന്ന മഹാദാനത്തെ കലർപ്പില്ലാതെ, ചുളിവില്ലാതെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്ന വലിയ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്ന ആചാര്യന്മാരാണ്, ഗുരുക്കന്മാരാണ് ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്നത്. അവരെയാണ് ബത്തേരി ഭദ്രാസനത്തിൻ്റെ മതബോധന വിഭാഗം ഇന്ന് പ്രത്യേകമായി ഓർക്കുന്നതും ആദരിക്കുന്നതും. നമുക്കറിയാം, ഗുരുവിൻ്റെ പ്രത്യേകത വെളിച്ചം നൽകുന്നവനാണ്. വെളിച്ചം എന്തെന്ന് അറിഞ്ഞ് ആ വെളിച്ചത്തിലൂടെ നടക്കുന്നവനും മറ്റുള്ളവർക്ക് വെളിച്ചം പകർന്നു കൊടുക്കുന്നവനുമാണ്. സ്വയം പ്രകാശിക്കുന്നവനും അതോടൊപ്പം മറ്റുള്ളവരുടെ ജീവിതം പ്രകാശപൂരിതമാക്കുന്നവനുമാണ്. ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം, മതാധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഉത്തരവാദിത്വം ക്രിസ്തുവിലേക്ക് മറ്റുള്ളവരെ അടുപ്പിക്കുക എന്നുള്ളതാണ്. ഒരു കുഞ്ഞിന് ക്രിസ്തുവിൻ്റെ മുഖം കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. പൊയ്മുഖങ്ങളില്ലാതെ, വെച്ചുകെട്ടലുകളില്ലാതെ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ മുഖം ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക എന്ന വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നവരാണ് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഓരോ അധ്യാപകരും ഗുരുക്കന്മാരും. നിങ്ങളെക്കുറിച്ച് സഭയ്ക്കെന്നും അഭിമാനമുണ്ട്. ഏറെ ത്യാഗങ്ങൾ സഹിച്ചാണ്, ആ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഏറെ ത്യാഗങ്ങൾ സഹിച്ച് നിങ്ങൾ ഓരോരുത്തരും ഇന്ന് ഈ സംഗമത്തിൽ പങ്കുചേരുവാനായിട്ട് ബത്തേരി രൂപതയുടെ വിവിധ ജില്ലകളിൽ നിന്ന്, എനിക്ക് തോന്നുന്നു 10 വൈദിക ജില്ലകളിൽ നിന്നും ഇവിടെ അധ്യാപകർ സന്നിഹിതരാണ്. പ്രൊമോട്ടേഴ്സ്, കോർഡിനേറ്റേഴ്സ്, പ്രധാന അധ്യാപകർ, ഇങ്ങനെ ഡയറക്ടേഴ്സ് തുടങ്ങിയവരെല്ലാം നിങ്ങളെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ആ ത്യാഗം തീർച്ചയായും അത്
പ്രതിഫലമർഹിക്കാതെ ചെയ്യുന്ന ഒരു ത്യാഗമാണെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. ആ ബോധ്യം കൊണ്ട് തന്നെയാണ് നിങ്ങളെ കാണുവാനും നിങ്ങളോട് സംവദിക്കുവാനുമായി, നിങ്ങൾക്ക് ക്ലാസ് എടുക്കുവാനുമായി നമ്മുടെ പ്രിയപ്പെട്ട കടവിലച്ചൻ എന്ന മാത്യൂസ് മാർ പക്കോമിയോസ് തിരുമേനി ഇന്ന് നമ്മുടെ ഇവിടെ സന്നിഹിതനായിരിക്കുന്നത്. രാത്രി ഒരുപാട് താമസിച്ചാണ് അഭിമന്യ പിതാവ് ബത്തേരി ഭദ്രാസനത്തിലെത്തിയത്. പിതാവിന് നല്ല ബോധ്യങ്ങളുണ്ട്. വിശ്വാസ പരിശീലനത്തിൻ്റെ പ്രത്യേകത, പ്രാധാന്യത്തെക്കുറിച്ച് നല്ല ബോധ്യങ്ങളുള്ള അഭിമന്യ പിതാവ്. അതുകൊണ്ട് തന്നെയാണ് ഈ റിസ്ക് എടുത്ത് ഇന്ന് നമ്മോടൊപ്പമായിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ സൂചിപ്പിച്ചു, വിശ്വാസം എന്നത് പുണ്യമാണ്. അത് കൈകാര്യം ചെയ്യുന്നവരുടെ വിളി എന്ന് പറയുന്നത് വളരെ ദൈവികമായ ഒരു നിയോഗമാണ്. വരും തലമുറയ്ക്ക് വിശ്വാസത്തെ പകർന്നു കൊടുക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. നിങ്ങളൊരു പക്ഷേ യൂർഗൻ മോൾട്ട്മാൻ എന്ന ദൈവശാസ്ത്രത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും. അദ്ദേഹം ഒരു ജർമ്മൻ ദൈവശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, വിശ്വാസ പരിശീലന പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, വിശ്വാസം എന്ന മഹാദാനം പകർന്നു കൊടുക്കുവാനായി ആത്മസമർപ്പണം ചെയ്തവർ, we live in the tension between identity and relevance. We live in the tension between identity and relevance. ഒരേ സമയം വിശ്വാസത്തിൻ്റെ ക്രിസ്തീയ രഹസ്യങ്ങളുടെ തനിമ കാത്തു സൂക്ഷിക്കേണ്ടവരാണ്. അതോടൊപ്പം തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ കാലഘട്ടത്തിന് അനുയോജ്യമാം വിധം ആ വിശ്വാസത്തെ പകർന്നു കൊടുക്കേണ്ടവരാണ്. കാലത്തിൻ്റെ അടയാളങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഈ വിശ്വാസം എന്ന പുണ്യത്തെ, ആ മഹാദാനത്തെ മറ്റുള്ള തലമുറയ്ക്ക് പകർന്നു കൊടുക്കുവാനുള്ള നിയോഗം ഏറ്റെടുത്തിരിക്കുന്നവർ. തീർച്ചയായും നമ്മൾ ഇതിനെക്കുറിച്ച് ബോധ്യമുള്ളവരാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പക്കാരനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നാം ജീവിക്കുന്ന കാലഘട്ടത്തിൻ്റെ, ലോകത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് അറിവുള്ളവരായിരിക്കണം. ഈ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് ബോധ്യമുള്ളവരാണ് ആയിരിക്കണം. നമ്മുടെ കുഞ്ഞുമക്കളും യുവജനങ്ങളുമൊക്കെ ഒരുപാട് വെല്ലുവിളികൾ നമ്മെപ്പോലെ തന്നെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത്. യുദ്ധത്തിൻ്റേതായ, മറ്റു കെടുതികളുടേതായ, മറ്റു പ്രയാസങ്ങളുടേതായ ഒരുപാട് വെല്ലുവിളികൾ നാം ഓരോരുത്തരും നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, കാലത്തിൻ്റെ അടയാളങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ചിന്താഗതികൾക്ക് മാറ്റമുണ്ടാകേണ്ട ഒരു സാഹചര്യമുണ്ട് എന്ന്. ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ അറിഞ്ഞിട്ടുണ്ടാകും. പരിശുദ്ധ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ തിരുമേനി ഇക്കഴിഞ്ഞ ഒക്ടോബർ മാസം 24-ാം തീയതി ഒരു പുതിയ ചാക്രി ലേഖനം എഴുതുകയുണ്ടായി, പുറത്ത് പബ്ലിഷ് ചെയ്തു. അവിടുന്ന് നമ്മെ സ്നേഹിച്ചു എന്ന തലക്കെട്ടോടുകൂടി. ദിലക്സിസ് നോസ്, അവിടുന്ന് നമ്മെ സ്നേഹിച്ചു. ദിവ്യകാരുണ്യ, ദിവ്യഹൃദയത്തിൻ്റെ, തിരുഹൃദയത്തിൻ്റെ ആരാധനയുടെ പശ്ചാത്തലത്തിൽ രചിച്ച ഒരു മനോഹരമായ എൻസൈക്ലിക്കലാണ് ദിലക്സിസ് നോസ്. ഈ വെല്ലുവിളികളെക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം പരിശുദ്ധ പിതാവ് നമ്മെ ഓർമ്മപ്പെടുത്തി, ഹൃദയം നഷ്ടപ്പെട്ടുവെന്നും തോന്നുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം. ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത ഏതാണ്? ഹൃദയം നഷ്ടപ്പെട്ടുവെന്ന് തോന്നുന്ന ഒരു സ്ഥിതിവിശേഷമുള്ള സമൂഹത്തിലാണ് ഞാനും നിങ്ങളും നമ്മുടെ മക്കളും നമ്മളുമൊക്കെ ജീവിക്കുന്നത്. അവിടെ ഏറ്റവും അനിവാര്യമായത് മറ്റൊന്നല്ല, ക്രിസ്തുവിൻ്റെ തിരുഹൃദയമാണ്. ആ തിരുഹൃദയത്തെ ചേർത്ത് പിടിക്കുവാൻ, ആ തിരുഹൃദയത്തെ കണ്ടെത്തുവാനുള്ള വലിയൊരു ദൗത്യം ഏറ്റെടുത്തവരാണ് പ്രിയമുള്ളവരെ നിങ്ങൾ ഓരോരുത്തരും. ഈ ദൗത്യം ഏറ്റവും ഭംഗിയായി നിർവഹിക്കുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ. നിങ്ങളത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. തുടർന്നും ക്രിസ്തുവിൻ്റെ മുഖം കറയില്ലാതെ, ചുളിവില്ലാതെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കും, പൊയ്മുഖങ്ങളില്ലാതെ വരച്ച് കാണിക്കുവാൻ, മറ്റുള്ളവർക്ക് തുറന്നു കാണിക്കുവാൻ തുടർന്നും നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഈ സംഗമത്തിന് എല്ലാ നന്മകളും നേരുന്നു.